ആനന്ദ്പുർ ഗ്രാമത്തിൽ നദിയുടെ നടുവിലായി ഒരു പ്രസിദ്ധമായ ക്ഷേത്രമുണ്ടായിരുന്നു. ആ ക്ഷേത്രത്തിനു പുറത്ത് വെങ്കട്ട് ഒരു ചെറിയ സ്റ്റാൾ വെച്ചിരുന്നു. ഈ സ്റ്റാളിൽ അദ്ദേഹം ഇഡ്ലി, വട, പിന്നെ ദോശ വ്യാപാരം ചെയ്തുകൊണ്ടിരുന്നു. ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭക്തന്മാർ വെങ്കട്ടിന്റെ കടയിൽ നിന്നാണ് ആഹാരം കഴിക്കുക. ചേട്ടാ, ഒരു മസാല ദോശ തരൂ, പിന്നെ 2 പ്ലേറ്റ് സാമ്പാർ വടയും വേണം. നിങ്ങൾ ഇരിക്കും സാർ, ഇതിപ്പോ കൊണ്ടുവരാം. വെങ്കട്ടിന്റെ ഭാര്യ ദോശ ചെയ്ത് നൽകും. പിന്നെ വെങ്കട്ട് കസ്റ്റമേഴ്സിന് അത് കൊടുക്കും. വെങ്കട്ട് എല്ലാ കസ്റ്റമേഴ്സിനോടും വളരെ സ്നേഹത്തോടെയാണ് പെരുമാറുക. ജനങ്ങൾക്ക് വെങ്കട്ടിന്റെ ദോശ സ്റ്റാളിൽ ദോശ കഴിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. ഇവിടെ നോക്കൂ ചേട്ടാ, എനിക്കും 2 ദോശ തരൂ. തീർച്ചയായിട്ടും സുഹൃത്തെ, നിങ്ങൾ ഇരിക്കൂ, ഇതാ ഞാൻ തരാം, നല്ല ചൂടുള്ള ദോശ. വെങ്കട്ടും പൂജയും ചേർന്ന് ഒന്നിച്ചാണ് ജോലി ചെയ്യുക. അതുകൊണ്ട് അവരുടെ വ്യാപാരവും നന്നായിരുന്നു. രണ്ടുപേരും അവരുടെ വ്യാപാരത്തിൽ ഒരുപാട് സന്തോഷിച്ചു. മോനെ, വരൂ മുത്തശ്ശ, നിങ്ങൾ ഇരിക്കൂ, ഞാൻ എന്തെങ്കിലും കൊണ്ടുവരാം നിങ്ങൾക്ക്. വെങ്കട്ട് ദിവസവും ആ പാവപ്പെട്ട അപ്പൂപ്പന് ആഹാരം നൽകുമായിരുന്നു. പക്ഷെ ഇക്കാര്യം തന്റെ ഭാര്യ പൂജയ്ക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. ഇദ്ദേഹത്തിന് എന്തിനാ ദിവസവും ഇങ്ങനെ ആഹാരം കൊടുത്ത് പഠിപ്പിക്കുന്നത്? ഇദ്ദേഹം ദിവസവും ഫ്രീ ആയിട്ട് കഴിക്കാനായി എത്തുന്നു. പൂജ വിശപ്പെന്ന് വരുമ്പോൾ ഭക്ഷണം കൊടുക്കുന്നതിൽ നമുക്ക് ഒരു തെറ്റില്ലല്ലോ. ശരി, എന്ന് വെച്ച് നിങ്ങൾ ഫ്രീ ആയിട്ട് ആഹാരം കൊടുത്തില്ലെങ്കിൽ അദ്ദേഹം മരിച്ചു പോകുമോ? അദ്ദേഹം വേറെന്തെങ്കിലും വഴി കാണില്ലേ? ആ ദൈവം നമ്മൾക്ക് കുറെ തന്നിട്ടുണ്ട്. മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ നമ്മൾ ഒരു തെറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ദൈവമേ, നിങ്ങൾ എന്തെങ്കിലും ചെയ്യൂ. ഇങ്ങനെ ദാനവും ധർമ്മവും ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ ഭിക്ഷക്കാരൊക്കെ ഇവിടെ വന്ന് ലൈനായി നിൽക്കും. എന്നെ കൊണ്ട് പറ്റുന്നവരെ ഞാൻ ചെയ്തോളും, ബാക്കിയുള്ളത് ദൈവം നോയിക്കോളും. വെങ്കട്ട് ആ പാവപ്പെട്ട അപ്പൂപ്പന് 2 ഇഡ്ഡലിയും വടയും പിന്നെ കുറച്ച് ചട്നിയും വെച്ചു കൊടുത്തു. ആ ദൈവം നിനക്ക് നല്ലത് തന്നെ ചെയ്യട്ടെ മോനെ. ആ വയസ്സായ അപ്പൂപ്പൻ കഴിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവിടേക്ക് ആ ക്ഷേത്രത്തിലെ പൂജാരി വന്നത്. അദ്ദേഹത്തെ കാണാൻ നല്ല വണ്ണിച്ചായിരുന്നു. പൊക്കം കുറവും നല്ല വണ്ണമുള്ള ശരീരവും. ഓം ശക്തി ഹോം. ഓം ശക്തി പൂജാരി, വരൂ, വന്നിവിടെ ഇരിക്കൂ. പൂജ ആ പൂജാരിക്ക് വേണ്ടി ടേബിൾ ക്ലീൻ ചെയ്തു. പിന്നീട് അദ്ദേഹം അവിടെ ഇരുന്നു. നിങ്ങൾ എന്ത് കഴിക്കുന്നു പൂജാരി? 2 പ്ലേറ്റ് വട, 2 പ്ലേറ്റ് ദോശ, 2 പ്ലേറ്റ് ഇഡ്ലി. ഇന്ന് എനിക്ക് ഇത് മതി മോളെ. ദാ ഇപ്പൊ കൊണ്ടുവരാം. പൂജ പൂജാരിയെ സൽക്കരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവളുടെ ഭർത്താവ് വെങ്കട്ട് പറഞ്ഞത്, ഞാൻ ആ പാവപ്പെട്ടവ ആൾ കൊടുക്കാൻ കാരണം അദ്ദേഹം ഒരു പാവപ്പെട്ടവരാണ്. പക്ഷെ ഈ പൂജാരി നല്ല പൈസക്കാരനാണല്ലോ, ഇദ്ദേഹത്തിന് എന്തിനാ നീ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്? ബ്രാഹ്മിൺസിനെ നോക്കി അങ്ങനെ പറയാൻ പാടില്ല. ബ്രാഹ്മിൺസിന് ആഹാരം നൽകുന്നത് നല്ലതാണെന്ന് ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന് ദിവസവും ആഹാരം നൽകുന്നത് കൊണ്ട് നോക്കൂ, നമ്മുടെ തൊഴിൽ വളരെ നന്നായി നടക്കുന്നു. എല്ലാം അവരവരുടെ ഇഷ്ടം. നീ ആ ബ്രാഹ്മണ സേവ ചെയ്യൂ, ഞാൻ പോയി എന്റെ ദൈവത്തിനെ ദർശനം ചെയ്തിട്ട് വരട്ടെ. ശരി, പോകൂ. വെങ്കട്ട് ക്ഷേത്രത്തിനകത്തേക്ക് ചെന്നു. ദൈവത്തിന്റെ മുൻപിൽ കൈകൂപ്പി നിന്നു. ദൈവമേ, എപ്പോഴും നിങ്ങൾ എന്റെ കൂടി നിൽക്കണം. പിന്നെ എല്ലാവർക്കും നല്ലത് തന്നെ ചെയ്യണം. എന്റെ ഭാര്യ എന്താ വിചാരിക്കുന്ന വെച്ചാൽ, നിറഞ്ഞ വയറിനെ നിറയ്ക്കാൻ വെച്ചാൽ പുണ്യം ചേർക്കാന്ന് വിചാരിക്കുന്നു. പക്ഷെ ഇത് തെറ്റാണെന്ന് എനിക്കറിയാം ദൈവമേ. പക്ഷെ നിങ്ങളുടെ കൃപ അവൾക്കും കിട്ടണം ദൈവമേ. വെങ്കട്ട് താൻ മാത്രമല്ല എല്ലാരും നന്നായിരിക്കണമെന്ന് കരുതുന്നു. അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്. തന്റെ ഭാര്യ അറിയാതെ അദ്ദേഹം പാവപ്പെട്ട ജനങ്ങൾക്ക് ആഹാരം നൽകുമായിരുന്നു. ആ ദൈവം നിന്നെ നന്നായിട്ട് വച്ചിരിക്കുമോനെ. വെങ്കട്ടിന് പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കുന്നത് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് അദ്ദേഹം ഭാര്യ അറിയാതെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യ പൂജ വളരെ സ്വാർത്ഥയാണ്. അവൾ ആലോചിക്കുന്നത് എന്തെന്നാൽ അവർക്ക് മാത്രം ദൈവം നല്ലത് ചെയ്യണമെന്ന്. പിന്നെ ഇക്കാര്യത്തിന് വേണ്ടിയാണ് അവൾ ബ്രാഹ്മിൺസിനെ സൽക്കരിക്കുന്നത്. എന്തായാലും ശരി, ഇക്കാര്യം തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നെ വെങ്കട്ടിന്റെയും പൂജയുടെയും ആ ദോശ സ്റ്റാൾ വളരെ നന്നായി പോയിക്കൊണ്ടിരുന്നു. വെങ്കട്ട് പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കും, പിന്നെ പൂജ ബ്രാഹ്മിൺസിനെ സൽക്കരിക്കും. ദിവസവും രാവിലെ ആദ്യത്തെ വള്ളത്തിൽ തന്നെ പൂജയും വെങ്കട്ടും ക്ഷേത്രത്തിലേക്ക് എത്തും. പിന്നീട് അവർ അവിടെ അവരുടെ വ്യാപാരം തുടങ്ങും. പിന്നെ രാവിലെ തന്നെ അവരുടെ കടയിലേക്ക് കസ്റ്റമേഴ്സും എത്തും. കുറച്ചു ദിവസത്തിനകം മഴക്കാലം എത്തി. വെങ്കട്ടും പൂജയും എന്നത്തെയും പോലെ വള്ളത്തിൽ വരികയായിരുന്നു. എനിക്ക് തോന്നുന്നു ഇന്ന് നല്ല മഴ ഉണ്ടാവും തോന്നുന്നുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സ് കുറവായിരിക്കും. അത് സത്യാണ്. പക്ഷെ വരുന്നവരെ നമ്മൾ പട്ടിണിക്കിടാൻ പാടില്ലല്ലോ, അത് പാവല്ലേ. ശരി, ക്ഷേത്രത്തിൽ ആരും വന്നില്ലെങ്കിൽ നമുക്ക് തിരിച്ചു വരാം. ശരി. വെങ്കട്ടും പൂജയും നദി കടന്ന് ആ ക്ഷേത്രത്തിനടുത്തേക്ക് വന്നു ചേർന്നു. പിന്നെ എപ്പോഴത്തെയും പോലെ അവർ രണ്ടുപേരും അവരുടെ സ്റ്റാൾ തുടർന്നു. മഴ ഒരുപാട് പെയ്തുകൊണ്ടേയിരുന്നു.
ഇന്ന് കസ്റ്റമേഴ്സ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നോക്കാം നമുക്ക്. അപ്പോഴാണ് 2-3 പേർ അവരുടെ കടയിലേക്ക് വന്നത്. വരൂ വരൂ ചേട്ടാ, ഇരിക്കൂ. ഞങ്ങൾക്ക് 3 പ്ലേറ്റ് ഇഡ്ഡലിയും പിന്നെ 2 പ്ലേറ്റ് വടയും വേണം. ശരി ചേട്ടാ, അത് ഇപ്പൊ തരാം. പൂജ ദോശയും വടയും തയ്യാർ ചെയ്തു. പിന്നെ വെങ്കട്ട് അത് കൊണ്ടുപോയി സെർവ് ചെയ്തു. കസ്റ്റമേഴ്സും അത് കഴിക്കാൻ തുടങ്ങി. അവരെല്ലാരും അത് കഴിച്ചു കഴിഞ്ഞു. എന്നാലും മഴ നിന്നതേയില്ല. ഇന്ന് ഈ മഴ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് ഈ മഴ കൊണ്ട് ഈ അമ്പലത്തിൽ ഭക്തர்கள் വന്നിട്ടില്ല. ആ കസ്റ്റമർ വെങ്കട്ടിന് കാശ് നൽകി. ഞങ്ങൾ കുറച്ചു നേരത്തേക്ക് ഇവിടെ തന്നെ നിന്നോളാം. മഴ പോയതിനു ശേഷം ഞങ്ങൾ പോയിക്കോളാം. കുഴപ്പമില്ല ചേട്ടാ. അവരവിടെ ഒരുപാട് സമയം കാത്തുനിന്നു. പക്ഷെ മഴ നിന്നതേയില്ല. പിന്നെ അവർ നനഞ്ഞുകൊണ്ട് നദിയുടെ അരികിലേക്ക് ചെന്നു. ആ നദിയിലെ വെള്ളച്ചാട്ടം കണ്ട് അവർ പേടിച്ചു പോയി. നദിയിൽ ഒരു വള്ളം പോലും ഇല്ലായിരുന്നു. പിന്നെ ആ നദിയിൽ വെള്ളത്തിന്റെ അളവ് കൂടിക്കൊണ്ടേ പോയി. അവരവിടെ നിന്നും വെങ്കട്ടിനരികിലേക്ക് ഓടി വന്നു. എന്നിട്ട് അദ്ദേഹത്തോട് എല്ലാ കാര്യവും അവർ പറഞ്ഞു. ഈ വെള്ളം കൊണ്ട് നമ്മളെല്ലാവരും മുഴുങ്ങി പോകുന്നു തോന്നുന്നു. നമ്മൾ ആരും രക്ഷപ്പെടില്ലെന്ന് തോന്നുന്നു. അപ്പോഴാണ് അവരുടെ മുൻപിൽ ആ പാവപ്പെട്ട അപ്പൂപ്പൻ വന്നത്. രക്ഷിക്കാൻ മേലെ എത്തി നിൽക്കുമ്പോൾ ആരുടെ ജീവൻ എടുക്കാൻ പറ്റുന്ന പറയുന്നത്? ഇവിടെ എല്ലാവരുടെ ജീവിതവും ആപത്തിലാണുള്ളത്. ഇദ്ദേഹം ഇപ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. അയ്യോ എന്റെ ദൈവമേ, ഞങ്ങൾ എങ്ങനെയെങ്കിലും ആ കരയ്ക്ക് ഒന്ന് മാറ്റി തരണേ. ഞങ്ങൾ എല്ലാരും ഒന്ന് രക്ഷിക്കണം ദൈവമേ. വെങ്കട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ആ പാവപ്പെട്ട വയസ്സായ ആൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്ലേറ്റ് ദോശ കയ്യിലെടുത്തത്. ഞങ്ങൾ എല്ലാരും ഇവിടെ വലിയ ആപത്തിലാണ്. നിങ്ങൾക്ക് ദോശ വേണോ അല്ലേ? എല്ലാരും എന്റെ പുറകിലേക്ക് വരൂ. ആ അപ്പൂപ്പന്റെ പുറകെ എല്ലാരും നദിയുടെ അരികിലേക്ക് ചെന്നു. ആ അപ്പൂപ്പൻ ആ ദോശ പ്ലേറ്റ് താഴേക്ക് വെച്ചു. എന്നിട്ട് തന്റെ കണ്ണുകൾ മൂടി. പിന്നീട് മാന്ത്രികത കാരണം ആ ദോശയുടെ അളവ് വളരെ വലുതായി. ആ ദോശയുടെ അളവ് എത്ര വലുതെന്ന് വെച്ചാൽ ഒരു വലിയ തോണി പോലെയായി. അവിടെ ഉണ്ടായിരുന്ന എല്ലാരും ആശ്ചര്യത്തിലായി. ഇത് മായ നിറഞ്ഞ വലിയ ദോശപ്പടകാണ്. ഈ നദിയെ വളരെ എളുപ്പമായിട്ട് തന്നെ കടന്നു പോകാൻ പറ്റും. നിങ്ങൾ എല്ലാരും ഇതിൽ കേറിയിരുന്നോളൂ. എല്ലാരും ആ വെള്ളത്തിലേക്ക് കേറി. പക്ഷെ അപ്പൂപ്പൻ മാത്രം കേറിയില്ല. നിങ്ങളും വരും മുത്തശ്ശ. ഇല്ല മോനെ, എന്നെ രക്ഷിക്കാൻ മുകളിൽ ഒരുത്തനുണ്ട്. നിങ്ങൾ പോയിക്കോളൂ. ആ അപ്പൂപ്പൻ ആംഗ്യം കാണിച്ചതും തന്നെ ആ തോണി വെള്ളത്തിൽ മിതക്കാൻ തുടങ്ങി. ആ വെള്ളത്തിന് എത്ര ബലമുണ്ടായിട്ടും ആ ദോശ തോണിക്ക് ഒന്നും സംഭവിച്ചില്ല. അകത്തുണ്ടായിരുന്ന എല്ലാരും വളരെ സുരക്ഷിതമായിരുന്നു. അവരെല്ലാരും കരയിലേക്ക് ചെന്നെത്തി. എല്ലാരും ദൈവത്തോട് നന്ദി പറഞ്ഞു. അവരാ തോണിയിൽ നിന്നും ഇറങ്ങിയതും ആ തോണി വെള്ളത്തിനടിയിലേക്ക് മറഞ്ഞുപോയി. ഇന്ന് വെങ്കടിനോടൊപ്പം ചേർന്ന് എല്ലാരും ആ അതിശയം കണ്ടു. അതാണ് വലിയ ദോശ തോണിയുടെ അതിശയം. വെങ്കട് ചെയ്ത പുണ്യം കൊണ്ടായിരിക്കാം അവർക്ക് ആ മഴയിൽ നിന്നും വിമോചനം ലഭിച്ചത്. സോണു ഒരു പഴയ സാധനങ്ങൾ വാങ്ങിക്കുന്നവനാണ്. അവൻ വീടുകൾ തോറും ചെന്ന് പഴയ സാധനങ്ങൾ വാങ്ങി വിൽക്കും. അവൻ ഈ ജോലി ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. എല്ലാരും നല്ല വസ്ത്രങ്ങളാണോ ഇടുന്നത്? എന്നാണ് ഞാൻ നല്ല വസ്ത്രം ഇടുന്ന അറിയില്ലല്ലോ. എന്നെ ഇതുപോലെ പഴയ സാധനങ്ങളൊക്കെ പെറുക്കിട്ട് വാ എന്ന് പറയുന്നു. ഒരു ദിവസം കടയിൽ ട്രേയിൽ മാമ്പഴം ഇരിക്കുന്നത് അവൻ കണ്ടു. അവൻ ആ മാമ്പഴം കണ്ടതും അവൻ അത് കഴിക്കാൻ കൊതിയായി. അവൻ ആ വ്യാപാരിയുടെ അടുത്തേക്ക് ചെന്നു. ചേട്ടാ, ഒറ്റൊരു മാമ്പഴം തരുമോ? വല്ലാതെ വിശക്കുന്നുണ്ട്. ഒരു മാമ്പഴം 20 റുപ്യാണ്. 30 റുപ്യ താ. എന്റെ അടുത്ത് പൈസ ഇല്ലല്ലോ. എന്നാ എന്റെ അടുത്ത് മാമ്പഴം ഇല്ല. വയ്ക്കോ, ഇവിടുന്ന് ഓടിക്കോ. ആ കടക്കാരൻ അവനെ ശാസിച്ച് അവിടെ നിന്നും വിരട്ടിവിട്ടു. സോണു ആ മാമ്പഴം വളരെ ആഗ്രഹത്തോടെ നോക്കിയിട്ട് അവിടെ നിന്നും പോയി. അവൻ അങ്ങനെ നടന്ന് അവിടെ നിന്നും ഒരു പാർക്കിനടുത്ത് ചെന്നു. അവിടെ പ്രകാശ്, അനിൽ എന്നു പേരുള്ള 2 കുട്ടികൾ ഇരുന്ന് മാമ്പഴം കഴിക്കുന്നുണ്ടായിരുന്നു. നന്നായിട്ടുണ്ടല്ലേ? എന്റെ അച്ഛൻ ഇപ്രാവശ്യം നല്ല മാമ്പഴമാണ് വാങ്ങിട്ട് വന്നിരിക്കുന്നത്. എടാ അതേടാ, മാമ്പഴം കാണാൻ തന്നെ വളരെ നന്നായിട്ടുണ്ട്. ശരി, എടുക്ക്, വേഗം തന്നെ നമുക്ക് കഴിക്കാം. ഇതൊന്നും സാധാരണ മാമ്പഴമല്ല, വളരെ വിനോദമായ മാമ്പഴമാണ്. എന്നാ വിലയും കൂടുതലായിട്ടുണ്ടാവല്ലോ. വളരെ കൂടുതലാണ്. എന്റെ അച്ഛൻ ഈ മാമ്പഴം പുറത്തുനിന്നാണ് കൊണ്ടുവന്നത്. എനിക്ക് മാമ്പഴച്ച വളരെ ഇഷ്ടമല്ലേ, അതുകൊണ്ടാണ്. എനിക്ക് മാമ്പഴം കഴിക്കാൻ വളരെ ഇഷ്ടമാണ്. എനിക്ക് ഇനി നിൽക്കാൻ പറ്റില്ല. നീ വേഗം മാമ്പഴം എടുക്ക്, നമുക്ക് കഴിക്കാം. അനിലും പ്രകാശും ആ മാമ്പഴം കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്ക് സോണു അവിടെ ചെന്നു. അവർ രണ്ടുപേരും മാമ്പഴം കഴിക്കുന്നത് കണ്ടിട്ട് സോണുവിന് വീണ്ടും കൊതി വന്നു. ആ പഴയ പേപ്പർ കടക്കാരനെ നോക്ക്, നമ്മൾ മാമ്പഴം കഴിക്കുന്നത് എങ്ങനെ വിറച്ച് നോക്കുന്നുണ്ടല്ലേ.
താൻ എന്താടോ ഞങ്ങളെ ഇങ്ങനെ നോക്കുന്നത്? നീ ഇതുവരെ മാമ്പഴം കണ്ടിട്ടില്ലേ? എന്താ എനക്ക് മാങ്ങ വേണോ? സോണു അതേ എന്ന് പറഞ്ഞ് തലയാട്ടി. അവരവന്റെ നേരെ മാമ്പഴം നീട്ടി. സോണു അത് വാങ്ങിക്കാനായി ശ്രമിച്ചപ്പോൾ അവരാ മാമ്പഴം പുറകിട്ടെടുത്തു. ആ മാമ്പഴം വാങ്ങിക്കുന്ന ആഗ്രഹത്തിൽ സോണു കാല് തട്ടി താഴെ വീണു. വന്നിട്ടുണ്ട് മാങ്ങ കഴിക്കാൻ വേണ്ടി. എടാ, നിനക്ക് ഉളുപ്പുണ്ടോ? നിനക്ക് അണ്ടി പോലും കഴിക്കാനുള്ള യോഗ്യതയില്ല. എത്ര വില ഉയരുന്ന മാമ്പഴം അറിയോ? ഇതിന്റെ മണം തന്നെ പിടിക്കുന്ന വലിയ കാര്യാ. നീ ഓടിക്കോ. പ്രകാശും അനിലും അവനെ നോക്കി ചിരിച്ചു. സോണു വളരെ വിഷമത്തോടെ അവിടെ നിന്ന് പുറപ്പെട്ടു പോയി. തോളിൽ ആ പഴയ ചാക്കുമൂട്ടയും ചുമന്നുകൊണ്ടു പോയി. അവൻ അതുവഴി പോകുമ്പോൾ ഒരു വയസ്സായ സ്വാമിജി തറയിൽ മയങ്ങി വീണു കിടക്കുന്നത് അവൻ കണ്ടു. അദ്ദേഹത്തെ കണ്ടതും അവൻ ഓടി അദ്ദേഹത്തിനടുത്തേക്ക് ചെന്നു. സ്വാമിജി, എന്തു പറ്റി നിങ്ങൾക്ക്? എന്താ നിങ്ങൾ മയങ്ങി കിടക്കുന്നത്? ഇദ്ദേഹത്തിന് ഞാൻ വെള്ളം കൊടുക്കണമല്ലോ. സോണു അവിടെ നിന്നും ഓടിച്ചെന്ന് തൊട്ടടുത്തുണ്ടായിരുന്ന നദിയിൽ നിന്നും വെള്ളം എടുത്തുകൊണ്ട് വന്നു. ആ വെള്ളം സ്വാമിജിയുടെ മുഖത്തിലേക്ക് തെളിച്ചു. അപ്പോഴാണ് ആ സ്വാമിജി കണ്ണു തുറന്നു നോക്കിയത്. സോണു തന്റെ അടുത്തിരിക്കുന്നത് കണ്ടിട്ട് ആ സ്വാമിജി പറഞ്ഞു, ആരാണ് മോനെ നീ? ഇവിടെ നീ എന്ത് ചെയ്യാണ്? ഞാൻ എങ്ങനെയാ ഇവിടെ മയങ്ങി കിടക്കുന്നത്? എനിക്കൊന്നും ഓർമ്മയില്ല മോനെ. സ്വാമിജി, ഈ ഭയങ്കര വെയിൽ കൊണ്ടാണ് നിങ്ങൾ ഇവിടെ മയങ്ങി കിടക്കുന്നത്. ഞാൻ അടുത്തുള്ള നദിയിൽ നിന്ന് വെള്ളം എടുത്തിട്ടാണ് നിങ്ങൾ എടുത്തിട്ടത്. പിന്നെ കുടിക്കാൻ തന്നു. അതിനുശേഷമാണ് നിങ്ങൾ കണ്ണു തുറന്നു നോക്കിയത്. നിനക്ക് വളരെ വളരെ നന്ദിയുണ്ട് മോനെ. നീ എന്നെ ഇത്രയും നോക്കിയല്ലോ. സ്വാമിജി, അതെന്റെ കടമയാണ്. അത് ശരി, നീ എന്താ ഇത്ര ശോകമായിട്ടുള്ളത്? നിന്നെ ആരെങ്കിലും വല്ലതും പറഞ്ഞോ മോനെ? സോണു ആ സ്വാമിജിയോട് നടന്നതൊക്കെ പറഞ്ഞു. പിന്നീട് അവൻ തനിക്ക് മാമ്പഴം വേണമെന്ന ആഗ്രഹം അദ്ദേഹത്തോട് പറഞ്ഞു. സ്വാമിജി സോണു പറഞ്ഞതെല്ലാം കേട്ടിട്ട് അവനെ സമാധാനിപ്പിച്ചിട്ട് അവനോട് പറഞ്ഞു, സോനു, നീ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ നിനക്ക് ഈ കമണ്ടലം തരാം മോനെ. ഇതിലിരുന്നാണ് മാമ്പഴം ചാറ് വരാറ്. നീ എത്ര പ്രാവശ്യം ചായക്കുന്നുണ്ടോ അത്രയും പ്രാവശ്യം മാമ്പഴം ചാറ് വരും. നിനക്ക് എത്ര പ്രാവശ്യം ആയാലും എത്ര വേണമെങ്കിലും നിനക്ക് മാമ്പഴം ചാറ് കുടിക്കാൻ പറ്റും. സ്വാമിജി സോണിന്റെ കയ്യിൽ ആ കമണ്ടലം കൊടുത്തു. കമണ്ടലം കിട്ടിയതും സോണുവിന് ഒരുപാട് സന്തോഷമായി. പിന്നെ തന്റെ ആഗ്രഹം തീരുന്നതുവരെ അവൻ മാമ്പഴ ജ്യൂസ് കുടിച്ചു. അവൻ മാത്രം കുടിക്കാതെ തന്നോടൊപ്പമുള്ള പാവപ്പെട്ടവർ എല്ലാവർക്കും അവൻ ആ ജ്യൂസ് നൽകി. അവർക്കെല്ലാവർക്കും സന്തോഷമായി. ഒരു ദിവസം സോണു കമണ്ടലത്തിൽ നിന്നും മാമ്പഴ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ അത് തന്റെ കൂട്ടുകാർക്കു നൽകി. അപ്പോൾ അനിലും പ്രകാശും അത് കണ്ടു. പ്രകാശ്, ഇവനാ അണ്ടിച്ചക്കനല്ലേ? ഇവനല്ലേ നമ്മൾ കഴിക്കാൻ ആ മാങ്ങ തരാത്തത്? ഇവനല്ലേ എന്ന് നമ്മൾ അടിച്ച് ഓടിപ്പിച്ചത്? അതേ പഴയ സാധനം വെക്കുന്നവനല്ലേ? ആ, അവൻ തന്നെയാണ്. പക്ഷെ ഇവൻ പേപ്പർ പെറുക്കുന്നവനല്ലേ? ഇവന് എങ്ങനെയാണ് ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള മാമ്പഴം ജ്യൂസ് കിട്ടിയത്? അതും ഇത്രയും മാമ്പഴം ജ്യൂസ് അത് ഇവൻ മറ്റുള്ളവർക്കും കൊടുക്കുന്നുണ്ടല്ലോ. ഇത് നമ്മൾ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ മോനെ. അനിലും പ്രകാശും കള്ളത്തരമായി ഒളിച്ചു നിന്ന് നോക്കി. കമണ്ടലത്തിന്റെ മാമ്പഴ രഹസ്യം അവർക്ക് മനസ്സിലായി. അങ്ങനെയാണോ? അവന്റെ അടുത്തുള്ള മാമ്പഴ ജ്യൂസിന്റെ രഹസ്യം അതാണോ? ഈ കമണ്ടലം നമുക്കങ്ങ് അടിച്ചു മാറ്റിയാലോ? പിന്നെ ഇവൻ എങ്ങനെയാ മാമ്പഴം ജ്യൂസ് കുടിക്കുന്നത് നമുക്ക് കാണാലോ. അനിലും പ്രകാശും സോണുന്റെ കണ്ണ് തെറ്റിച്ച് ആ കമണ്ടലം മോഷ്ടിച്ചു. എന്നിട്ട് മലയുടെ മുകളിൽ ചെന്ന് ഒളിച്ചിരുന്നു. അവിടെ ചെന്നതും അവർ രണ്ടുപേർക്കും ഇടയിൽ തർക്കമായി. അതായത് അതിലുള്ള മാമ്പഴ ജ്യൂസ് ആർക്കാണ് സ്വന്തമെന്ന്. താ പ്രകാശ്, ആ കമണ്ടലം താ. അതിലുള്ള മാമ്പഴ ജ്യൂസ് നമുക്ക് കുടിക്കാം. കമണ്ടലം ഞാൻ തരണം. എന്റെ കയ്യിൽ കമണ്ടലം ഉണ്ടെങ്കിൽ അതിലുള്ള ജ്യൂസ് ഞാനാണ് കുടിക്കുക. എന്താ മനസ്സിലായോ? ഇല്ല, കമണ്ടത്തിലുള്ള മാമ്പഴ ജ്യൂസ് ഞാനാണ് കുടിക്കാൻ പോകുന്നത്. എവിടെ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് വാങ്ങി നോക്ക്. മാമ്പഴം ജ്യൂസുള്ള കമണ്ടലം ഇപ്പൊ എന്റെ കയ്യിലാണ് ഉള്ളത്. ഈ കമണ്ടലം കക്കാൻ ഞാനാണ് കഷ്ടപ്പെട്ടത്. അതുമാത്രമല്ലാതെ ഇതിലുള്ള ജ്യൂസൊക്കെ എനിക്കാണ്. ഞാൻ വേണേ ഇത്ര ബാക്കി ഉണ്ടെങ്കിൽ തരാം. പ്രകാശും അനിലും ആ കമണ്ടലത്തിന് വേണ്ടി വഴക്കുണ്ടാക്കുകയായിരുന്നു. അപ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന കമണ്ടലം വഴുതി താഴേക്ക് വീണു. പിന്നെ മാമ്പഴ ജ്യൂസ് താഴെ എല്ലാം പോയി. എത്ര പ്രാവശ്യമാണോ ആ കമണ്ടലം മലയിൽ ഇടിപെടുന്നത് അത്രയും പ്രാവശ്യം അതിൽ നിന്നും മാമ്പഴം ജ്യൂസ് പുറത്തേക്ക് വന്നു. അവിടെ നിന്നും ഒരു മാമ്പഴ ജ്യൂസ് നദി തന്നെ ഉണ്ടായി. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ കമണ്ടലം എന്റെ അടുത്ത് തരാൻ. ഞാൻ ഇതിൽ നിന്ന് മാമ്പഴ ജ്യൂസ് നന്നായിട്ട് എടുത്തേനെ. എല്ലാം നിന്നെ കൊണ്ടാണ് ഇത് എനിക്ക് എടുക്കാൻ പറ്റാതെ കിട്ടിയത്. പിന്നെ ഇത് എത്ര പ്രാവശ്യം മലയിൽ നിന്ന് ഇടി കിട്ടുന്നുണ്ടോ അത്രയും പ്രാവശ്യം മാമ്പഴം ജ്യൂസ് വന്നുകൊണ്ടിരിക്കും. എന്തൊരു കഷ്ടമാണല്ലേ. ഇങ്ങനെ തന്നെ വന്നുകൊണ്ടിരുന്നാൽ മാമ്പഴ ജ്യൂസ് നദി തന്നെ. എനിക്കെങ്ങനെ അറിയും ഇത് ഇതുപോലെ നദി പോലെ ഓടുന്ന അറിയില്ലല്ലോ. ഇതൊരു മായമന്ത്രമാണല്ലോ.
കുറച്ചു സമയത്തിനകം ആ ഗ്രാമം മൊത്തം മാമ്പഴം ജ്യൂസ് കൊണ്ട് നിറഞ്ഞു. എല്ലാരും ആ മാമ്പഴ ജ്യൂസിൽ നീതി നടക്കുകയായിരുന്നു. എല്ലാവരുടെ വീട്ടിനകത്തും മാമ്പഴ ജ്യൂസ് കൊണ്ട് നിറഞ്ഞു. പിന്നെ സോണു ഈ മാമ്പഴ ജ്യൂസ് വെള്ളത്തിനെ കുറിച്ച് കേട്ടതും തന്നെ അവൻ ഉടൻ തന്നെ ആ കമണ്ഡലത്തിനെ തേടി പോകാൻ തുടങ്ങി. ആ വെള്ളം പോകുന്ന വഴിയിൽ കൂടെ പോയി അവൻ ആ കമണ്ഡലത്തിനടുത്തേക്ക് ചെന്നു. ഈ കമണ്ടത്തിലുള്ള മാമ്പഴം ജ്യൂസ് ഒരു വെള്ളം പോലെ വന്നല്ലോ. ഇത് ഞാൻ എങ്ങനെയെങ്കിലും നിർത്തിയേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഈ ഗ്രാമം മുഴുവൻ മുഴുങ്ങിപ്പോവും. സോണു ആ കമണ്ഡലം തന്റെ കയ്യിൽ എടുത്തു. എന്നിട്ട് കമണ്ഡലത്തിനോട് പറഞ്ഞു, കമണ്ടലമേ, ഈ മാമ്പഴ ജ്യൂസൊക്കെ നീ തന്നെ തിരിച്ച് എടുത്തോളണം. ഇതുപോലെ നീ മാമ്പഴം ജ്യൂസ് ഇങ്ങനെ തന്നോണ്ടേ ഇരുന്നാൽ പിന്നെ ഈ ലോകം മുഴുവനും മാമ്പഴം ജ്യൂസുകളിൽ മുഴുങ്ങിപ്പോവും. ഞാൻ നിന്റെ അടുത്ത് അപേക്ഷിക്കുകയാണ്, ഈ മാമ്പഴ ജ്യൂസൊക്കെ നീ തിരിച്ചെടുത്തോളണം. ആ കമണ്ഡലം തന്റെ അകത്തേക്ക് മാമ്പഴ ജ്യൂസ് മൊത്തം വലിച്ചെടുത്തു. പിന്നെ എല്ലാം തന്നെ വീണ്ടും പഴയതുപോലെ ആയി. പിന്നീട് സോണു ആ കമണ്ഡലം എടുത്തുകൊണ്ട് അതേ സ്വാമിജിയെ കാണാൻ ചെന്നു. സ്വാമിജി, ഇനി ഈ കമണ്ടലം ആവശ്യമില്ല എന്ന് തോന്നുന്നു. ഈ കമണ്ടലം കൊണ്ടാണ് മാമ്പഴം ജ്യൂസിന്റെ നദി തന്നെ ഓടിയത്. ഞാൻ ചോദിച്ചത് കുറച്ച് മാമ്പഴം ജ്യൂസേ ഉള്ളൂ. ഈ കമണ്ടലം മാമ്പഴം ജ്യൂസ് കൊണ്ട് ഇനി ഒരു പ്രശ്നവും വരാൻ പാടില്ല. ശരി, നിനക്ക് എന്താണ് വേണ്ടത് അത് പറയൂ. സ്വാമിജി, ഞാൻ ഈ കമണ്ടലം നിങ്ങളെടുത്ത് തിരിച്ചു തരാൻ വന്നതാണ്. നിങ്ങൾ ഈ കമണ്ടലം തിരിച്ചു വാങ്ങിക്കൊള്ളണം. ഇതുകൊണ്ട് തിരിച്ച് നമുക്ക് ഒരു പ്രശ്നം വരാൻ പാടില്ല. ശരി മോനെ, ഞാൻ തിരിച്ചു നിന്റെ അടുത്തുനിന്ന് ഈ കമണ്ടലം വാങ്ങിച്ചോളാം. പക്ഷേ നിനക്ക് വീണ്ടും മാമ്പഴം ജ്യൂസ് കുടിക്കണമെന്ന് ആഗ്രഹം വന്നാൽ നീ ധാരാളമായിട്ട് എൻ്റെ അടുത്ത് വരാം. ഞാൻ ഈ കമണ്ടലം കൊണ്ട് നിനക്ക് ധാരാളമായിട്ട് മാമ്പഴം ജ്യൂസ് തരാം, അണ്ടിയില്ലാതെ. ശരി സ്വാമിജി, പിന്നെയും എനിക്ക് മാമ്പഴം ജ്യൂസ് കുടിക്കാൻ ആഗ്രഹം വന്നെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങളെടുത്ത് വരാം. പക്ഷേ ഈ കമണ്ടലം മൂലമായിട്ട് ഞാൻ മാമ്പഴം ജ്യൂസ് ചോദിക്കില്ല. കാരണം അമൃതം കൂടിയാലും വിഷമല്ലേ. കാരണം ഏതിലും നമ്മൾ ആഗ്രഹിച്ചാലും അത് നമുക്ക് പ്രശ്നത്തിലുണ്ടാക്കുമെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. എന്തുണ്ടോ അത് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ജീവിച്ചോളണം. നിനക്ക് മനസ്സിലായാൽ മതി മോനെ. അത്യാഗ്രഹം വളരെ മോശമായ സാധനമാണ്. അത്യാഗ്രഹം കൊണ്ടാണ് രമേശും അനിലും ഈ കമണ്ടലം മോഷ്ടിച്ചത്. അതൊരു വലിയ പ്രശ്നത്തിലാണ് കൊണ്ടുപോയത്. സോണു സ്വാമിജിയെ വണങ്ങിയിട്ട് ആ സ്ഥലത്തു നിന്നും തിരിച്ചുപോയി. പിന്നെ വീണ്ടും പഴയതുപോലെ പഴയ സാധനങ്ങൾ വാങ്ങിക്കുന്ന ജോലി അവൻ തുടങ്ങി. ഇപ്പോൾ അവൻ എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നിയാൽ അപ്പോൾ അവൻ ആ സ്വാമിജിയെ കാണാനായി അവിടേക്ക് പോകും. അദ്ദേഹവും തന്റെ മാന്ത്രിക ശക്തി കൊണ്ട് അവൻ ചോദിക്കുന്നതെല്ലാം തന്നെ നൽകും. പക്ഷെ അവൻ ഒരിക്കലും അത്യാഗ്രഹി ആയതേയില്ല. എന്തുകൊണ്ടെന്നാൽ അത്യാഗ്രഹത്തിന്റെ ബലം എന്താണെന്ന് അവന് മനസ്സിലായി. മറുവശത്ത് അനിലും പ്രകാശും നല്ലൊരു പാഠം പഠിച്ചു. ഇപ്പോൾ അവർ ഒരു പാവപ്പെട്ടവരെയും കഷ്ടപ്പെടുത്താറേയില്ല. പിന്നെ അത്യാഗ്രഹവും അവർ കൈവെടിഞ്ഞു. ശ്രീനു ഒരു പാവപ്പെട്ട ദോശക്കാരനാണ്. അവൻ തന്റെ സൈക്കിളിൽ ദോശയുണ്ടാക്കി വ്യാപാരം ചെയ്യും. ദോശ, മസാല ദോശ, രവ ദോശ. വളരെ കുറച്ച് ആളുകൾ മാത്രമേ അവന്റെ കയ്യിൽ നിന്നും ദോശ വാങ്ങി കഴിക്കാറുള്ളൂ. ശ്രീനുവിന്റെ ദോശ നല്ല രുചിയുള്ളതാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒരുപാട് കസ്റ്റമേഴ്സ് ഒന്നുമില്ല. അദ്ദേഹം എപ്പോഴും വിഷമത്തോടെയാണ് വീട്ടിലേക്ക് പോവുക. എന്തുപറ്റി? ഇന്നും വ്യാപാരം നേരെ നടന്നില്ലേ? എന്തു പറ്റിയെന്ന് അറിയില്ല. ഇപ്പോഴുള്ള ജനങ്ങളൊക്കെ മുൻപ് പോലെ ദോശ കഴിക്കുന്നേ ഇല്ല. അച്ഛാ, ഇപ്പോഴുള്ള കുട്ടികൾക്കൊക്കെ പിസയും ബർഗറും ഒക്കെയാണ് ഇഷ്ടം. ഇപ്പോൾ ആരും ദോശ ഇഷ്ടപ്പെട്ട് കഴിക്കാറില്ല അച്ഛാ. ഇതേപോലെ പോയിക്കൊണ്ടിരുന്നാൽ നമ്മുടെ കുടുംബം എങ്ങനെ രക്ഷപ്പെടും? തീർച്ചയായും എന്തെങ്കിലും നടക്കും. അച്ഛാ, നിങ്ങൾ എന്തുകൊണ്ട് വേറെന്തെങ്കിലും വ്യാപാരം ചെയ്തുകൂടാ? അതായത് ബർഗർ, പിസ്സ പോലെ. പക്ഷെ ഇതൊന്നും എനിക്ക് ചെയ്യാൻ അറിയില്ല മോനെ. എനിക്ക് വെറും ദോശ മാത്രമേ ഇടാൻ അറിയുള്ളൂ. ശ്രീനുവിന് വളരെ വിഷമമായി. എങ്ങനെയാണ് തന്റെ വ്യാപാരം വലുതാക്കുന്നതെന്ന്. ദിവസം തോറും അദ്ദേഹത്തിന്റെ വ്യാപാരം കുറഞ്ഞു വന്നു. അടുത്ത ദിവസം രാവിലെ ശ്രീനു നേരത്തെ പുറപ്പെട്ടു. പിന്നെ ഇന്നെന്നും പോകുന്ന വഴിയിൽ പോകാതെ വേറെ വഴിയിൽ പോയി. ദോശ, മസാല ദോശ, രവ ദോശ. ആ വഴിയിൽ ജിം ഉണ്ടായിരുന്നു. ജിമ്മിന്റെ പുറത്ത് ഒരുപാട് ആൾക്കാർ നിൽപ്പുണ്ടായിരുന്നു. ഇവിടെ ഇത്രയും തിരക്കുണ്ടല്ലോ. ഞാൻ ഈ സ്ഥലത്താണ് നല്ലോണം ഒച്ച ഉണ്ടാക്കേണ്ടത്. ഇനി തീർച്ചയായിട്ടും നല്ല വ്യാപാരം ഉണ്ടാവും. ശ്രീനു വളരെ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി. ദോശ, മസാല ദോശ, രവ ദോശ. ശ്രീനുവിന്റെ ശബ്ദം കേട്ട് ഒരു ബോഡി ബിൽഡർ അവിടേക്ക് വന്നു. എന്താ വേണ്ടത്? ഒന്നും വേണ്ട, ഞങ്ങൾ ഇതൊന്നും കഴിക്കില്ല. നിന്റെ അടുത്ത് ചിക്കനോ വല്ല മുട്ട ഉണ്ടെങ്കിൽ മുട്ട ദോശ ഇട്ട് തരൂ.
മുട്ട ദോശയോ? അതെ, അത് നിങ്ങളടുത്തില്ലേ? ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ അതുപോലെ ദോശ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവാ. ശരി സർ. ശ്രീനു തന്റെ സൈക്കിൾ ഓട്ടിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. അന്ന് ദിവസം മുഴുവൻ ശ്രീനു പല പല സ്ഥലങ്ങളിലായി ദോശ വിറ്റു. ഒരുപാട് ആൾക്കാർ ഒരുപാട് ഇഷ്ടപ്പെട്ട ആ ദോശ കഴിച്ചു. വൈകുന്നേരം അദ്ദേഹം വീട്ടിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തിലുള്ള ചിരി കണ്ട് ലക്ഷ്മി ചോദിച്ചു, എന്തു പറ്റി? ഇന്ന് നല്ല വ്യാപാരമുണ്ടായിരുന്നോ? വ്യാപാരം നന്നായിട്ട് നടന്നിരുന്നു, പക്ഷെ ഇന്ന് എനിക്കൊരു പുതിയ ഐഡിയ കിട്ടിയിട്ടുണ്ട്. എന്ത് ഐഡിയ അത്? മുട്ടദോശ. മുട്ടദോശയോ? അതെ, ആദ്യം നമുക്കൊന്ന് മുട്ടദോശ കഴിച്ചു നോക്കാം. പോ മുത്തു, പോയിട്ട് കടയിൽ 6 മുട്ട വാങ്ങിട്ട് വാ. ശ്രീനു മുത്തുവിന്റെ കയ്യിൽ കാശ് നൽകി. എന്നിട്ട് കടയിലേക്ക് പറഞ്ഞു വിട്ടു. കുറച്ചു സമയത്തിനു ശേഷം മുത്തു മുട്ട വാങ്ങിക്കൊണ്ടുവന്നു. അതിനുശേഷം ശ്രീനു ദോശയുണ്ടാക്കാൻ തുടങ്ങി. അദ്ദേഹം എപ്പോഴും പോലെ ദോശമാവിനെ തവയിലേക്ക് ഒഴിച്ചു. അതിനുശേഷം ഒരു ഗ്ലാസ്സിൽ മുട്ട പൊട്ടിച്ചൊഴിച്ച് അത് ദോശയുടെ പുറത്തേക്ക് ഒഴിച്ചു. എന്നിട്ട് അതിൽ മസാല പൊടികൾ ഇട്ടു. കാണാൻ നന്നായിട്ടുണ്ട്, നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ശ്രീനുവും ലക്ഷ്മിയും ആ മുട്ടദോശ കഴിച്ചു നോക്കി. ചേട്ടാ, ഇത് വളരെ നന്നായിട്ടുണ്ട്. അച്ഛാ, എനിക്കും ഇത് തരൂ. മുത്തുവും ദോശ കഴിച്ചു നോക്കി. അവനും അത് ഒരുപാട് ഇഷ്ടമായി. അന്നവർ കുടുംബത്തോടെ മുട്ടദോശയാണ് കഴിച്ചത്. അടുത്ത ദിവസം രാവിലെ ശ്രീനു തന്റെ ദോശയിടുന്ന സൈക്കിൾ എടുത്തുകൊണ്ട് ആ ജിമ്മിനടുത്തേക്ക് ചെന്നു. അദ്ദേഹത്തിന്റെ സൈക്കിളിൽ മുട്ട ട്രേയും ഉണ്ടായിരുന്നു. ദോശ, മുട്ടദോശ, മുട്ട മസാല ദോശ. മുട്ടദോശ എന്ന് പറഞ്ഞതും തൊട്ടടുത്തുണ്ടായിരുന്ന കുറെ ആൾക്കാർ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നു. കൂടെ തന്നെ ആ ബോഡി ബിൽഡറും വന്നു. ശരിക്കും മുട്ടദോശ കിട്ടുമോ? തീർച്ചയായും സാർ. എന്നാ എനിക്കൊരു മുട്ടദോശ തരൂ. പിന്നീട് ശ്രീനു ദോശയുടെ മേലിൽ മുട്ട പൊട്ടിച്ചൊഴിച്ചു. പിന്നീട് ആ ബോഡി ബിൽഡറിന് മുട്ടദോശ നൽകി. മുട്ടദോശ കഴിച്ചതും തന്നെ അദ്ദേഹത്തിന്റെ മുഖത്തിൽ ഒരു ചിരി വന്നു. വാവ്, വളരെ നന്നായിട്ടുണ്ട് സുഹൃത്തെ. ഞങ്ങൾ ഇതുവരെ ആലോചിച്ചിട്ടേ ഇല്ല മുട്ടയും ദോശയും ചേർത്ത് കഴിക്കാൻ പറ്റുമെന്ന്. നിങ്ങൾ ഇന്നും നേടുവോ? ആ ബോഡി ബിൽഡർ മുട്ടദോശ കഴിച്ചു. പിന്നീട് ഇനിയും ഒന്ന് ചോദിച്ചു. കൂടെ ഒരുപാട് ബോഡി ബിൽഡേഴ്സ് മുട്ടദോശ വാങ്ങിച്ചു കഴിച്ചു. എനിക്കൊരു മസാല മുട്ടദോശ. എനിക്കൊരു മുട്ടദോശ. മുട്ടദോശ ഓർഡർ നൽകി. ശ്രീനു മുട്ടദോശ ഇട്ടുകൊണ്ടേയിരുന്നു. പിന്നെ കസ്റ്റമേഴ്സ് കഴിച്ചുകൊണ്ടേയിരുന്നു. ശ്രീനു ഇടയ്ക്കിടയ്ക്ക് വിളിക്കുകയും ചെയ്തു. അതുകൊണ്ട് ജനങ്ങളുടെ ശ്രദ്ധയൊക്കെ അദ്ദേഹത്തിന്റെ മേലിൽ കൊണ്ടു. ദോശ, മുട്ടദോശ, മുട്ട മസാല ദോശ. ഒരാൾക്കടുത്തായി മറ്റൊരു കസ്റ്റമർ വന്നുകൊണ്ടേയിരുന്നു. 1 മണിക്കൂറിനകത്തു തന്നെ ശ്രീനുവിന്റെ മൊത്ത ദോശയും വിറ്റ് കഴിഞ്ഞു. പിന്നെ ഇന്ന് അദ്ദേഹത്തിന്റെ വരുമാനവും ഒരുപാട് കിട്ടി. അദ്ദേഹം സന്തോഷത്തോടെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ലക്ഷ്മി, ഇന്ന് വളരെ നന്നായിട്ട് കച്ചവടം സംഭവിച്ചിരുന്നു. എല്ലാ ദോശയും വിറ്റ് കഴിഞ്ഞു. എന്റെ ദൈവമേ, നാളെ തൊട്ട് നീ തന്നെ മാവ് അരയ്ക്കാനുണ്ട്. കസ്റ്റമേഴ്സിനൊക്കെ നമ്മളുടെ മുട്ടദോശ വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടടാ. ശരി. എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി. അടുത്ത ദിവസവും അതുപോലെ തന്നെ സംഭവിച്ചു. ശ്രീനുവിന്റെ ശബ്ദം കേട്ടതും തന്നെ ജനങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് മുട്ടദോശ കഴിക്കാനായി വന്നു. ശ്രീനുവിന്റെ കൈകൾ ജോലി ചെയ്തുകൊണ്ടേയിരുന്നു. അടുത്ത ദിവസവും അതുപോലെ തന്നെ ശ്രീനുവിന്റെ ദോശയൊക്കെ വിറ്റുപോയി. പിന്നീട് ആ ദിവസവും തുടർന്നു. മുട്ടദോശ ഫേമസ് ആയി. പിന്നെ ശ്രീനു ദിവസം മുഴുവൻ കഠിനമായി അധ്വാനിക്കാൻ തുടങ്ങി. ശ്രീനുവിന് നല്ല ഭാഗ്യമുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബം വളരെ സന്തോഷത്തോടെയായിരുന്നു. ശ്രീനു ഇപ്പോൾ ഒരു മിനി ടെമ്പോയും വാങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ അദ്ദേഹം സൈക്കിളിന് പകരം മിനി ടെമ്പോയിൽ മുട്ടദോശ ചെയ്ത് വിൽക്കാൻ തുടങ്ങി. സിറ്റി മുഴുവൻ അദ്ദേഹം ചെയ്യുന്ന മുട്ടദോശയെ കുറിച്ചായിരുന്നു സംസാരം. അദ്ദേഹം ടെമ്പോയും കൊണ്ട് എവിടേക്ക് പോയാലും അവിടേക്ക് കസ്റ്റമേഴ്സിന്റെ കൂട്ടം അധികമായി വരും. ദിവസവും വൈകുന്നേരം ശ്രീനു തന്റെ മിനി ടെമ്പോ എടുത്തുകൊണ്ട് പാർക്കിനടുത്തേക്ക് വരും. പാർക്കിൽ നേരത്തെ തന്നെ ജഗന്റെ ദോശ സ്റ്റാൾ ഉണ്ടായിരുന്നു. പക്ഷേ ശ്രീനു വന്നതും തന്നെ എല്ലാ കസ്റ്റമേഴ്സും അദ്ദേഹത്തിനടുത്തേക്ക് പോയി. ഈ മുട്ടദോശക്കാരൻ ജനങ്ങളൊക്കെ എന്താണ് ഇവൻ ആക്രമിച്ചത്? ഇയാൾ വന്നതിന് ശേഷമാണ് ആൾക്കാരൊക്കെ അങ്ങോട്ട് പോയി കഴിക്കുന്നത്. ഇത് എനിക്ക് പഠിച്ചേ പറ്റുള്ളൂ. അന്ന് ശ്രീനു ശ്രദ്ധിക്കാതെ ഇരുന്നപ്പോൾ ജഗൻ ശ്രീനുവിന്റെ ദോശമാവിൽ മുളക് പൊടി ചേർത്തു. ഇപ്പം നോക്കട്ടെ ജനങ്ങൾക്കൊക്കെ നിന്റെ ദോശ എങ്ങനെ ഇഷ്ടപ്പെടുമെന്ന്. പിന്നീട് ജഗൻ തന്റെ കടയിലേക്ക് പോയി. ശ്രീനു ഇക്കാര്യം ഒട്ടും അറിയില്ലായിരുന്നു. അദ്ദേഹം എന്നത്തെയും പോലെ ദോശ ഉണ്ടാക്കാൻ തുടങ്ങി. എന്നിട്ട് തന്റെ കസ്റ്റമേഴ്സിന് കൊടുത്തു. പാവ സുഹൃത്തെ, ദിവസം കഴിക്കുന്ന മുട്ടദോശനെക്കാട്ടെ ഇന്ന് സ്പെഷ്യൽ ആയിട്ടുണ്ടല്ലോ. എരിവും പിന്നെ നല്ല രുചിയും ഉണ്ട്. സ്പൈസി മുട്ടദോശ.
ഇത് കേട്ടിട്ട് ശ്രീനു തന്റെ ദോശമാവ് ടേസ്റ്റ് ചെയ്തു നോക്കി. പിന്നെ തൊട്ടടുത്തുണ്ടായിരുന്ന മുളക് പൊടി ബോട്ടിൽ അദ്ദേഹം കണ്ടു. തീർച്ചയായും ആരോ മാവില് മുളകാപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇതും നല്ലത് തന്നെ. ജനങ്ങൾക്ക് ഈ സ്പൈസി മുട്ടദോശ ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ. ഇതിനാണ് അതിഷ്ടമെന്ന് പറയുന്നത്. മുട്ടദോശ, സ്പൈസി മുട്ടദോശ. പിന്നെ വീണ്ടും ശ്രീനുവിന്റെ ടെമ്പോയുടെ അടുത്തേക്ക് ഒരുപാട് ആൾക്കാർ വന്നു. എല്ലാവർക്കും പുതിയ ആ സ്പൈസി മുട്ടദോശ കഴിക്കാനുള്ള ആഗ്രഹം. ശ്രീനു മുട്ടദോശ ചെയ്തുകൊണ്ടേയിരുന്നു, ജനങ്ങൾ അത് കഴിച്ചുകൊണ്ടേയിരുന്നു. എല്ലാവർക്കും സ്പൈസി മുട്ടദോശ ഒരുപാട് ഇഷ്ടമായി. ജഗന് മാത്രം ഇഷ്ടമായില്ല. ഞാൻ ഇങ്ങനെ ചെയ്തു പോയല്ലോ. ഞാൻ അവന്റെ കച്ചവടം നാശാക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ അറിയാതെ തന്നെ ഞാൻ അവന് നല്ലത് ചെയ്തു പോയല്ലോ. അയ്യോ എന്റെ ദൈവമേ. ശ്രീനുവിന്റെ സ്പൈസി മുട്ടദോശ വിൽക്കാൻ തുടങ്ങി. ഇത് കണ്ടതും ജഗന് ഒരുപാട് ദേഷ്യം വന്നു. പക്ഷെ പാവം, ഇനി അദ്ദേഹത്തെ കൊണ്ട് എന്തു ചെയ്യാൻ പറ്റും? അദ്ദേഹം കരുതി ശ്രീനുവിനെ ഇല്ലാതെയാക്കി താൻ രക്ഷപ്പെടാമെന്ന്. പക്ഷെ പാവം, അദ്ദേഹം സ്വന്തം കൈകൊണ്ട് തന്റെ കുഴി കുഴിച്ചു.